അഖിൽ കോട്ടാത്തലെ എന്ന അഖിൽ മാരാരെ പൊളിച്ചടുക്കി കൊന്നു കൊലവിളിച്ചിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. നിലപാടിൽ ഉറച്ചു നിൽക്കാത്ത അഖിൽ മാരാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതോടെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടായി. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയ്ക്കെതിരെ തരം താഴ്ന്ന അധിക്ഷേപമുയർത്തിയ ശേഷം അതേ ഷോയിൽ പങ്കെടുത്ത വ്യക്തിയാണ് അഖിൽ. അഖിലിന്റെ ആദ്യത്തെ നിലപാട് മാറ്റമായി നമ്മൾ ശ്രദ്ധിച്ചത് അതായിരുന്നു. അതുകൊണ്ടാണ് അഖിൽ പറയുന്ന വാക്കുകൾ മുഖവിലക്കെടുക്കേണ്ടതില്ലെന്ന് നടൻ രമേഷ് പിഷാരടി പറഞ്ഞത്. രാവിലെ പറയുന്ന അഭിപ്രായം ഉച്ച കഴിയുമ്പോൾ മാറ്റി പറയുന്ന ആളാണ് അഖിലെന്നും പിഷാരടി പറഞ്ഞു. ബിഗ് ബോസ് ഷോയിൽ വിജയിച്ചുവെങ്കിലും പലപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ പക്വതയില്ലാത്ത പരാമർശങ്ങളും പ്രവൃത്തികളും നടത്തി വിവാദങ്ങളിൽ പെട്ടിരുന്നു. എന്തൊക്കെയായാലും ബിഗ് ബോസിൽ വിജയിയായത് അഖിലിന്റെ തലവര തന്നെ മാറ്റിമറിച്ചു. പണം കൊണ്ടായാലും സ്വഭാവം കൊണ്ടായാലും അഖിൽ മറ്റൊരാളായി മാറി. ഉപജീവനത്തിനായി തെരുവോരങ്ങളിൽ നാരങ്ങ കച്ചവടം നടത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അഖിലിന്. ആ വ്യക്തി പൊരുതി നേടിയെടുത്ത വിജയം നാം അംഗീകരിക്കണം. ബിഗ് ബോസിൽ നിന്നിറങ്ങിയ അഖിൽ പണം സമ്പാദിച്ചു കൂട്ടാനുള്ള തന്ത്രപ്പാടിലായിരുന്നു. ഉദ്ഘാടനങ്ങളും ഗൾഫ് യാത്രകളും ചാനൽ ഷോകളും വഴി പണം സമ്പാദിച്ചു കൂട്ടി. തൻ്റെ ഒരു മാസത്തെ ചെലവ് 3 ലക്ഷം രൂപയാണെന്ന് അഖിൽ തന്നെ പറഞ്ഞു. ഇത് തുറന്നു പറഞ്ഞപ്പോൾ ട്രോളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു. പണവും പ്രശസ്തിയുമാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡമെന്നാണ് അഖിലിൻ്റെ സംസാരത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. ഇത് രണ്ടുമുണ്ടായാൽ പിന്നെ അവർ പറയുന്ന ഏത് മണ്ടത്തരങ്ങളും അംഗീകരിച്ച് മിണ്ടാതിരിക്കുമെന്നാണ് അഖിൽ വിശ്വസിക്കുന്നത്. മണ്ടത്തരങ്ങളും നിലപാടില്ലായ്മയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഖിൽ ഒരു മാധ്യമപ്രവർത്തകനോട് ചോദിക്കുന്നുണ്ട് എന്ത് തെറ്റാണ് താൻ ചെയ്തതെന്ന്. തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ തയ്യാറാണെന്നും അയാൾ പറയുന്നു. പലരും വീഡിയോയിലൂടെയും മറ്റും അഖിൽ പറയുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനെ ഒന്നും അംഗീകരിക്കാൻ അഖിൽ ഒരിക്കലും തയ്യാറായിട്ടില്ല. മാത്രമല്ല തെറ്റുകൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. തെറ്റുകൾ മനസ്സിലാക്കാൻ അഖിലിന് കഴിയുന്നില്ലെന്നത് ഒരു സത്യമാണ്. അഖിലിൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഒരു എടുത്തിയാട്ടവും ആരോടോ ഉള്ള ഒരു വാശി പോലെയും ആയിരുന്നു. ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് അങ്ങനെ ചേക്കേറിയ ശേഷം അഖിലിൻ്റെ വാക്കുകൾക്കും വാചകങ്ങൾക്കും മാറ്റം സംഭവിച്ചു. തൻ്റെ നിലപാടുകളെയും വാക്കുകളെയും എതിർക്കുന്നവരെ തീവ്രവാദികളായി ചിത്രീകരിക്കാനും അങ്ങനെ സംബോധന ചെയ്യാനും തുടങ്ങി. സർവ്വവിജ്ഞാനകോശമെന്ന് സ്വയം വിശ്വസിക്കുന്ന അഖിലിനോട് എന്തു പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീകളുടെ പ്രസവം സംബന്ധിച്ച് പോലും വിവാദ പരാമർശം നടത്തി. എന്തു പൊട്ടത്തരവും വിളിച്ചു പറയും. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സ്ഥിതിക്ക് ഒരു കാര്യം ഓർത്താൽ നന്നായിരിക്കും. ഒരു കാലത്ത് ജനങ്ങൾ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് നടന്ന നേതാവായിരുന്നു PC ജോർജ്. UDFിനെയും LDFിനെയും ഒറ്റയ്ക്ക് നിന്ന് പൊരുതി തോൽപ്പിച്ചയാൾ. ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ അഖിലിനെ പോലെയുള്ളവർക്ക് ഒരു പാഠപുസ്തകം ആക്കാവുന്നതാണ്. അത്രയേ പറയാനുള്ളൂ.